പശ്ചിമേഷ്യയുടെ മണ്ണിൽ യുദ്ധകാഹളം മുഴങ്ങുമ്പോൾ അത് ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല. ഒരാഴ്ച കൊണ്ട് ഇറാന്റെ മുനയൊടിക്കാമെന്ന അമിത ആത്മവിശ്വാസത്തോടെ യുദ്ധത്തിനിറങ്ങിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് 39ാം നാൾ ലോകത്തിന് മുന്നിൽ തല താഴ്ത്തേണ്ടി വന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഇന്ന് കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല, മറിച്ച് ദശകങ്ങളായി നിലനിൽക്കുന്ന അമേരിക്കൻ ഏകധ്രുവ ലോകക്രമത്തിന്റെ തകർച്ചയുടെ തുടക്കമാണ്. യുദ്ധത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ച നിലപാടുകൾ അങ്ങേയറ്റം പ്രകോപനപരമായിരുന്നു. ഇറാന്റെ പവർ പ്ലാന്റുകളും പൈതൃക കേന്ദ്രങ്ങളും തകർക്കുമെന്നും ഒരുപക്ഷെ ഇറാന്റെ ചരിത്രപരമായ സാംസ്കാരിക അടയാളങ്ങളെ പോലും ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കുമെന്നും അദ്ദേഹം ഭീഷണിപ്പെടുത്തി. ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക് ആക്രമണം തുടങ്ങുമെന്ന ട്രംപിന്റെ അന്ത്യശാസനം ആഗോള വിപണിയെയും നയതന്ത്ര കേന്ദ്രങ്ങളെയും ഒരുപോലെ പിടിച്ചുലച്ചു. എന്നാൽ നിശ്ചിത സമയം പലതവണ നീട്ടി നൽകേണ്ടി വന്നത് അമേരിക്കയുടെ സൈനിക ആസൂത്രണത്തിലെ പിഴവുകളെയാണ് വിരൽ ചൂണ്ടുന്നത്. ഇറാൻ വെറും ഒരു രാജ്യമല്ല, ചരിത്രമുള്ള ഒരു പേർഷ്യൻ നാഗരികതയുടെ തുടർച്ചയാണെന്ന് മനസ്സിലാക്കുന്നതിൽ വൈറ്റ് ഹൗസിന് തെറ്റുപറ്റി. അമേരിക്കയുടെ ഓരോ ഭീഷണിയെയും അതിശക്തമായ മിസൈൽ പ്രത്യാക്രമണങ്ങൾ കൊണ്ട് നേരിടാൻ ഇറാന് സാധിച്ചു. അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങളെ നോക്കുകുത്തിയാക്കി ഇറാന്റെ മിസൈലുകൾ ലക്ഷ്യസ്ഥാനങ്ങളിൽ പതിച്ചതോടെ വാക്കുപാലിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ട്രംപ് ഭരണകൂടം പ്രതിസന്ധിയിലായി. സൈനികമായി ഇറാനെ കീഴ്പ്പെടുത്താൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടതോടെ ട്രംപ് നയതന്ത്ര വഴികൾ തേടി. ഇതിനായി പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും സൈനിക മേധാവി ജനറൽ അസീം മുനീറിനെയും ചർച്ചകൾക്കായി നിയോഗിച്ചു. എന്നാൽ ഇറാന്റെ കടുത്ത നിലപാടുകൾക്ക് മുന്നിൽ ഈ മധ്യസ്ഥ നീക്കങ്ങളും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇവിടെയാണ് ലോകം മാറുന്ന ശക്തി സമവാക്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചത്. അമേരിക്ക മുന്നോട്ട് വെച്ച 15 സമാധാന കരാറിനെ ഇറാൻ പുച്ഛിച്ചു തള്ളി. പകരം തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കുന്ന 10 നിബന്ധനകൾ അവർ പാകിസ്ഥാൻ വഴി അമേരിക്കയ്ക്ക് കൈമാറി. ഈ 10 നിർദ്ദേശങ്ങൾ കേവലം ഒരു സമാധാന കരാറല്ല, മറിച്ച് യുദ്ധത്തിൽ വിജയിച്ചൊരു രാഷ്ട്രം പരാജയപ്പെട്ട രാഷ്ട്രത്തിന് മേൽ അടിച്ചേൽപ്പിക്കുന്ന വ്യവസ്ഥകൾ പോലെയാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ ഇതിനെ കാണുന്നത്. ഇറാൻ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ചർച്ചകൾക്കായി വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ ട്രംപ് നിർബന്ധിതനായത് ഈ നിബന്ധനകളുടെ ഗൗരവം വർദ്ധിപ്പിച്ചു. ഇറാന് നേരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാവിധ ആക്രമണങ്ങളും നിരുപാധികം നിർത്തണം. ആണവ പരീക്ഷണങ്ങൾക്കും യുറേനിയം സമ്പുഷ്ടീകരണത്തിനുമുള്ള ഇറാന്റെ അവകാശം അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കണം. ഇത് അമേരിക്കയുടെ ദീർഘകാലത്തെ ആണവ വിരുദ്ധ നയത്തിന് വിരുദ്ധമാണ്. ഇറാന്റെ സാമ്പത്തിക മേഖലയെ തളർത്തുന്ന എല്ലാവിധ ഉപരോധങ്ങളും ഉടനടി നീക്കം ചെയ്യണം. ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ സിരയായ ഹോർമുസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം ഇറാന് വിട്ടു നൽകണം. ഇത് അമേരിക്കൻ നാവികസേനയുടെ മേഖലയിലെ സ്വാധീനം ഇല്ലാതാക്കും. യുദ്ധത്തിലൂടെ ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും ജനങ്ങൾക്കും ഉണ്ടായ നാശനഷ്ടങ്ങൾക്ക് അമേരിക്കയും ഇസ്രയേലും വലിയ തുക നഷ്ടപരിഹാരം നൽകണം. ഗൾഫ് മേഖലയിലുള്ള എല്ലാ അമേരിക്കൻ സൈനിക താവളങ്ങളും അടച്ചുപൂട്ടുകയും സേനയെ പൂർണ്ണമായും പിൻവലിക്കുകയും വേണം. ഇറാനെതിരെ ഐക്യരാഷ്ട്രസഭയും ബോർഡ് ഓഫ് ഗവർണേഴ്സും പാസാക്കിയ എല്ലാ നെഗറ്റീവ് പ്രമേയങ്ങളും പിൻവലിക്കണം. ഈ ആവശ്യങ്ങളിൽ ഭൂരിഭാഗവും അമേരിക്കയുടെ പ്രഖ്യാപിത വിദേശ നയങ്ങൾക്കെതിരാണ്. എന്നിട്ടും ട്രംപ് വെടിനിർത്തലിന് തയ്യാറായത് അമേരിക്കയുടെ സൈനിക ശേഷിയുടെയും നയതന്ത്ര കരുത്തിന്റെയും വലിയ ഇടിവായി കണക്കാക്കപ്പെടുന്നു. ഈ യുദ്ധം ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് സൗദി അറേബ്യ, UAE, കുവൈറ്റ് തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളെയാണ്. അമേരിക്കയുടെ സൈനിക സംരക്ഷണത്തിൽ വിശ്വസിച്ച് ഇറാനെതിരെ നിലകൊണ്ട ഈ രാജ്യങ്ങൾ ഇപ്പോൾ വലിയ സുരക്ഷാ ഭീഷണി നേരിടുകയാണ്. അമേരിക്ക പകുതി വഴിയിൽ പിന്മാറുന്നത് തങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുമെന്ന് അവർ ഭയപ്പെടുന്നു. ഇറാൻ കൂടുതൽ കരുത്തരാകുന്നതോടെ മേഖലയിലെ ഗൾഫ് രാഷ്ട്രങ്ങൾ അമേരിക്കയെ വിട്ട് ചൈനയുടെയും റഷ്യയുടെയും സഹായം തേടാൻ നിർബന്ധിതരായേക്കും. ഇത് ഡോളറിന്റെ ആഗോള ആധിപത്യത്തെയും അമേരിക്കയുടെ എണ്ണ വിപണിയെയും സ്വാധീനത്തെയും തകർക്കും. അമേരിക്ക വെടിനിർത്തൽ പ്രഖ്യാപിച്ചതായി അവകാശപ്പെടുമ്പോഴും യുദ്ധം പൂർണ്ണമായും നിലച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള മിസൈൽ ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുന്നു. ട്രംപ് ഈ വിഷയത്തിൽ പുലർത്തുന്ന മൗനം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ ദുരൂഹത സൃഷ്ടിക്കുന്നുമുണ്ട്. ഇറാന്റെ കടുത്ത നിബന്ധനകൾക്ക് മുന്നിൽ അമേരിക്ക പൂർണ്ണമായും കീഴടങ്ങിയാൽ അത് ജനാധിപത്യ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന രാജ്യങ്ങൾക്ക് വലിയ തിരിച്ചടിയാകും. ഈ യുദ്ധം തെളിയിക്കുന്നത് അമേരിക്കയുടെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ ഇനി ലോകത്ത് ചെലവാകില്ല എന്നാണ്. ചൈനയും റഷ്യയും ചേർന്ന് രൂപീകരിക്കുന്ന പുതിയ ശക്തി കേന്ദ്രങ്ങൾ ലോകത്തെ നിയന്ത്രിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. സൈനിക ശക്തിയേക്കാൾ നയതന്ത്ര ബുദ്ധിമുട്ടുകളും പ്രാദേശിക കൂട്ടായ്മകളുമാണ് ഇനി വരാനിരിക്കുന്ന കാലത്തെ നിശ്ചയിക്കുക. ഡൊണാൾഡ് ട്രംപ് തുടക്കമിട്ട ഈ പോരാട്ടം അമേരിക്ക അങ്ങേറ്റം ദുർബലപ്പെടുത്തിയിരിക്കുന്നു. ഇറാൻ എന്ന രാഷ്ട്രം ഒരു പ്രാദേശിക ശക്തിയിൽ നിന്നും ആഗോളതലത്തിൽ അമേരിക്കയെ വെല്ലുവിളിക്കാൻ ശേഷിയുള്ള ശക്തിയായി വളർന്നു കഴിഞ്ഞു. ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും ഭീഷണിയാകുമോ അതോ അമേരിക്കയുടെ സാമ്രാജ്യത്തിന് അന്ത്യം കുറിക്കുമോ എന്നത് വരും ദിവസങ്ങളിലെ ചർച്ചകൾ തീരുമാനിക്കും. അമേരിക്കയുടെ സൈനിക പ്രതാപത്തിനേറ്റ ഏറ്റവും വലിയ പ്രഹരമാണ് ഈ 39 ദിവസത്തെ യുദ്ധം. ട്രംപിന്റെ നയതന്ത്ര പിഴവുകൾ ഒരു വലിയ സാമ്രാജ്യത്തിന്റെ പതനത്തിന് വഴിവെക്കുമ്പോൾ പശ്ചിമേഷ്യയിൽ ഇറാന്റെ ആധിപത്യം ഉറപ്പിക്കുകയാണ്. ചൈനയും റഷ്യയും ഈ സാഹചര്യം മുതലെടുക്കുന്നതോടെ ലോകം ഒരു പുതിയ രാഷ്ട്രീയ ഭൂപടത്തിലേക്ക് കണ്ണു തുറക്കുന്നു. അമേരിക്കൻ സംരക്ഷണം ലഭിച്ചിരുന്ന രാജ്യങ്ങൾ പുതിയ സഖ്യകക്ഷികൾക്കായി തിരച്ചിൽ തുടങ്ങിക്കഴിഞ്ഞു. ചരിത്രം ഈ യുദ്ധത്തെ അടയാളപ്പെടുത്തുക അമേരിക്കയുടെ അഹന്തതയ്ക്ക് ഇറാൻ നൽകിയ തിരിച്ചടിയായിട്ടായിരിക്കും.